അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു. കുറച്ച് നാള് കരഞ്ഞു, പിന്നെ അതൊന്ന് ബ്രേക്ക് എടുത്ത് പ്ലാച്ചിയെ കൊണ്ട് കുറച്ച് നാള് പ്ലാച്ചി എന്ന് പറഞ്ഞ് കാണിച്ചു. പിന്നെ ബ്രേക്ക് എടുത്തു. പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ലവ് ട്രാക്ക് എന്തോ പിടിക്കാൻ നോക്കി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വിനുവിനെയും അനുവിനെയും പറ്റിയുള്ള ഒരു വിഷയം, മറ്റൊന്ന് നമ്മുടെ ഒരു ആങ്കറിനെ കുറിച്ച്. അതായത് അനുമോളെ നിരന്തരം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തോ വൈരാഗ്യ ബുദ്ധി മനസ്സിൽ വെച്ചതുപോലെ സംസാരിക്കുന്ന ഒരു ആങ്കറിനെ കുറിച്ച്. ഈ രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കാനുള്ളത്. ആദ്യം തന്നെ നമ്മുടെ വിനു അനു തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുന്നത്, ഇപ്പം ഒരു സബ്ജക്റ്റായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പലരും അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇന്നലെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. അതായത് അനുമോളും വിനുവായിട്ട് അടിച്ചു പിരിഞ്ഞു, അവരെ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തു, അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. അവരടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഒരു രമ്യതയിലാകാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് അവരുടെ കൺസേൺ ആണ് അവർ പറയുന്നത്. മനസ്സിലായി. ഇനിയിപ്പം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കണ്ട എന്നുള്ള രീതിയിലുള്ള സംഭവമൊക്കെ വന്നു. അതിനുശേഷം വിനു ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ അനുവുമായി ഒത്തുള്ള ഒരു റീലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് ഇന്നലെ ഇതിങ്ങനെ ഒരു സംഭവം വരാൻ വേണ്ടിയിട്ട് കാരണം, ഇന്നലെ ഒരു പോസ്റ്റ് വിനു തൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ അവിടെ വയ്ക്കാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രഭ എന്ന് പറയുന്ന ഹോളി ഗ്രേസ് അക്കാഡമി, അവിടെ അനുമോളും ഈ പറയുന്ന വിനു വിജയ് പിന്നീട് അവർ ഗസ്റ്റായിട്ട് അവർ ചീഫ് ഗസ്റ്റായിട്ട് വിനു വിജയും ഈ പറയുന്ന പിന്നീട് അനുമോളുമായിട്ട് ഒരു ഇനാഗ്രേഷൻ അവിടുത്തെ പ്രോഗ്രാം ആ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇവിടെ ഇടുന്നു. അതിനുശേഷം മണിക്കൂറുകൾക്കകം ഈ ഒരു സാധനം ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ്, ഞാൻ കണ്ടില്ല എന്നാണ് എന്നെ അറിയിച്ചവർ പറയുന്നത്. ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് വീഡിയോസ് വരുന്നു, ഒരുപാട് ഊഹാപോഹങ്ങൾ വരുന്നുണ്ട്. അനുവിന് ഈ പറയുന്ന മോശം പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിനു ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകൾ ഒരുപാട് വരും. നമുക്കറിയാം വിനുവുമായിട്ടുള്ള വിഷയം, അനുമോള് പോകുന്നിടത്തൊക്കെ വിനു കാണുന്നതിന് അതൊരു മറ്റൊരു രീതിയിൽ കാണുകയും ഇവർ തമ്മിൽ മറ്റെന്തോ ബന്ധമാണ്, ഇവർ തമ്മിൽ എന്തോ റിലേഷനാണ്, ഇവർ തമ്മിൽ ലൈനാണ്, അല്ലെങ്കിൽ വിനു മനഃപൂർവ്വം അനുമോളെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഒരു റിലേഷന് വേണ്ടി മനഃപൂർവ്വം അനുമോളെ ഉപയോഗിക്കുന്നു. ആ രീതിയിലുള്ള കുറെ കമന്റുകൾ വന്നു. അതിനുശേഷം ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അനുമോളും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റീൽ ഇടേണ്ടതായിട്ട് വന്നു അനുമോൾക്ക്. അതുപോലെ തന്നെ വിനുവും അതുപോലെ എൻ്റെ ബ്രദറാണ് അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററാണ് എന്നുള്ള രീതിയിൽ വിനുവും ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരിപ്പം നിലവിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഈ പറയുന്ന വിനു ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആ റീലിൽ ഞാൻ ഇവിടെ കൊടുക്കാം. റീലിൽ പുള്ളി എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: ദിസ് ഈസ് നോട്ട് എ ക്ലാരിഫിക്കേഷൻ. ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് ഒന്നും അല്ല, ബട്ട് I wanted to address something briefly. I woke up to the various discussion on YouTube, some portraying me negatively. ഞാൻ രാവിലെ എണീറ്റത് കുറെ വീഡിയോസ് കണ്ടാണ്. ചിലത് അവനെ നെഗറ്റീവായിട്ട് കാണുന്നു. സമ്മൺ പോർട്രേറ്റിംഗ് അനുമോൾ നെഗറ്റീവ്, അനുമോളും ചിലവരെന്ത് ചെയ്തു ഈ പറയുന്ന നെഗറ്റീവായിട്ട് കാണുന്നു. I do not wish to discuss or engage with any of this. ഇതുമായിട്ട് എനിക്ക് കൂടുതലായിട്ട് പറയാനോ ക്ലാരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ഡിസ്കസ് ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. പ്ലീസ് ഗീവ് ഹർ ദ സ്പേസ് ഷീ ഡിസർവ്. അവൾ അർഹിക്കുന്ന സ്പേസ് നിങ്ങൾ കൊടുക്കുക. ഷീസ് കറന്റ്ലി എൻജോയിങ് എ വെരി സക്സസ്ഫുൾ ഫേസ് ഇൻ ഹെർ കരിയർ. അല്ലെ, അവളുടെ കരിയറിൽ അവൾക്ക് ഏറ്റവും സക്സസ് ആയി കിട്ടിയ ഒരു മൊമെന്റിനെ അവൾ എൻജോയ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമാധാനം ഒരു റീലും കൂടി പോസ്റ്റ് ഉണ്ട്. ആ റീൽ ഞാൻ ഇവിടെ വെക്കാം, കണ്ടോളൂ. ഓക്കെ, ഈ ഒരു പോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അവർ തമ്മിലുള്ള റീൽ മുമ്പ് എപ്പോഴോ ഷൂട്ട് ചെയ്ത ഒരു റീൽ. അത് നമ്മൾ തമ്മിൽ വലിയ വിഷയവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും, പക്ഷെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അത്രയും ഞങ്ങൾ കരുതും പോലെ, നിങ്ങൾ കരുതും പോലെ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി എൻ്റെ അഭിപ്രായം പറയുന്നത്, അപ്പൊ അവർ രണ്ടും അൺഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഫോളോ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ഈ പറയുന്ന പരിഭവങ്ങളോ അല്ലെങ്കിൽ ആണെങ്കിൽ അൺഫോളോ ചെയ്ത് ഇത് വലിയൊരു മാറ്റർ അല്ലെങ്കിൽ ഒരു വലിയൊരു വിഷയമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിനു അനുവായിട്ട് വലിയൊരു ബന്ധമോ അല്ലെങ്കിൽ മുമ്പോട്ടൊക്കെ വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന തനിക്കൊരു സപ്പോർട്ടിന് വേണ്ടി, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ തനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു PR എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ തന്റെ റീൽസുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടെത്തുന്നു.
അയാൾക്ക് എന്ത് ചെയ്യുന്നു, അയാൾ വിനുവിനെ കണ്ടെത്തി വിനുവിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നു. എന്നതിനപ്പുറമായിട്ട് ഈ പറയുന്ന അനുമോളും വിനുവുമായിട്ട് അങ്ങനെ ഒരു വലിയൊരു ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. അവർ നമ്മൾ ജീവിതകാലം മൊത്തം ഇതുപോലെ സുഹൃത്തുക്കളായിട്ട് തന്നെ പോകുമെന്നൊന്നും നമ്മൾ ഈ പറയുന്ന എന്താണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സൗന്ദര്യ പണക്കോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ കാണിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ അൺഫോളോ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നാളെ അവർ വീണ്ടും എന്ത് ചെയ്യും, ഫോളോ ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെയൊക്കെ ഇതൊന്നൊരു വലിയ വിഷയമായിട്ട് ഇപ്പം അനുമോൾക്ക് ആരെയും അൺഫോളോ ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ വിനുവിന് ആരെയും എന്ത് ചെയ്യാം, അൺഫോളോ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ഒരു പോസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഇതൊന്നും ഒരു വലിയൊരു ഇപ്പം അനുമോളെ ഈ പറയുന്ന എതിർക്കുന്ന അല്ലെങ്കിൽ അവരെ എതിർത്ത് ആഘോഷം കൊണ്ടോ അവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു വേറെ എന്തോ ആണ്, അവർ തമ്മിൽ വേറെ എന്തോ ആയിരുന്നു, ഇപ്പൊ അടിച്ചു പിരിഞ്ഞു, മറ്റത് കൊടുത്തു കാണത്തില്ല, പൈസ കൊടുത്തു കാണത്തില്ല എന്നുള്ളൊക്കെ കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതെന്തോ ആയിക്കിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ രണ്ട് ഫ്രണ്ട്സുകൾ വലിയ അധികകാലം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു, ഇപ്പൊ വന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ നമ്മൾ എവിടെ പോയാലും ഏത് റീലിലും ഈ പറയുന്ന വിനുവിനെ കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ അവർ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കാണും, എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഊഹമാണ് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവർ അൺഫോളോ ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ അത്രയ്ക്ക് വലിയ അടിച്ചു പിരിയാൻ അത്രയ്ക്ക് വലിയ മഹാകാര്യങ്ങളൊന്നും ഇല്ല എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റീല് വിനു തന്നെ പോസ്റ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും അവിടെ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തോ ആയിക്കിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ പറയാം അങ്ങനെ അവർ രണ്ടുപേരും എന്താണ്, അവർക്ക് രണ്ടുപേർക്കും ഇനി ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ താല്പര്യമില്ല, എന്തോ പറഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസം വന്നു, അവർ അൺഫോളോ ചെയ്തു പോട്ടെന്ന്. ഇതിൽ നമ്മളിത് കിടന്നുകൊണ്ട് ഇത് വലിയൊരു ഡീലാവാൻ വേണ്ടിയിട്ട് അനുമോളുടെ കാമുകനോ അനുമോളുടെ ഭർത്താവ് ഒന്നും അല്ല, അവർ ഇപ്പൊ ജസ്റ്റ് പരിചയപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. ഇത്രയാണ് എനിക്കിതിന് പറയാനുള്ളത്. ഇനി ഇത്രയുള്ളേ. ഇനി അടുത്ത് ഞാൻ വേറൊരു സംഭവം, അതായത് യമുന റാണിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് വലിയതായിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പൊ യമുന റാണിയെ ഇന്റർവ്യൂ എടുത്ത ആങ്കർ ഉണ്ട്. അതിനകത്ത് യമുന റാണിയുടെ അടുത്ത് അനുമോളുടെ വിഷയം ചോദിക്കുന്നുണ്ട്. അനുമോള് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു, അനുമോളുടെ പിന്നീട് എന്താണ് വിജയം ഡിസർവിങ് ആയിരുന്നു, അനുമോൾ ഡിസർവിങ് ആയിരുന്നു എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ യമുന റാണി പറയുന്ന ഉത്തരവും അതുണ്ടെങ്കിൽ ഈ ഒരു ആങ്കർ എന്ന് പറയുന്ന ഈ പെങ്കൊച്ച്, ആ പെങ്കൊച്ചിന്റെ മൈൻഡിലിരിപ്പ് അല്ലെങ്കിൽ അവളുടെ മനസ്സിരിപ്പ് എന്താണെന്ന് നമുക്കിതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവളെ കുറിച്ച് വേറെ കുറച്ചുകൂടി പറയാനുണ്ട്. ഞാൻ ആദ്യം ഈ ഒരു റീല് ഇവിടെ വെക്കാം, കണ്ടോ? കണ്ടു കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സീസൺ 7 കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടു കുറേയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് അനുമോള് കപ്പടിച്ചു, എന്ത് തോന്നി? അനുമോള് ഗെയിം കളിച്ചു. അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചു, നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? ആദ്യം ഇപ്പൊ കരച്ചിലും ഒരു ഗെയിമാണ്, അതെ, കോണ്ടന്റ് ആണ്. ഓക്കെ, ഇപ്പോ അനുമോള് കപ്പടിച്ചപ്പോ ചേച്ചിക്ക് എന്ത് തോന്നി എന്നാണ് ആങ്കർ ചോദിച്ചത്. അപ്പോ പിന്നെ ഈ പറയുന്ന യമുന പറയുന്നത് എന്താണ്, അനുമോള് ഗെയിം കളിച്ചു എന്താണ്, അനുമോള് കൃത്യമായിട്ട് ഗെയിം കളിച്ചു, ഇപ്പം കരച്ചിലാണെങ്കിൽ അതും ഒരു ഗെയിമാണ് എന്ന് പറയുമ്പോൾ ഈ ആങ്കറിന്റെ മുഖഭാവം മാറുന്നു. ഈ ആങ്കറിന് എന്തോ അതങ്ങോട്ട് ദഹിക്കുന്നില്ല, ദഹിക്കാതെ വീണ്ടും അടുത്ത് ചോദിക്കുകയാണ്, കേട്ടോണേ അല്ലേ? അതെ. അപ്പൊ അത് ബുദ്ധിപൂർവ്വം, അതെ, അനുമോള് കുറച്ചു നാള് കരഞ്ഞു, പിന്നെ അതൊന്ന് ബ്രേക്ക് എടുത്ത് പ്ലാച്ചിയെ കൊണ്ട് കുറച്ച് നാള് പ്ലാച്ചി പിന്നെ ബ്രേക്ക് എടുത്തു, പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ലവ് ട്രാക്ക് എന്തോ പിടിക്കാൻ നോക്കി. ഓരോ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ എന്തോ ലവ് ട്രാക്ക്, കുറെ നാൾ കരഞ്ഞു, കുറെ നാൾ പ്ലാച്ചി എന്ന് വിളിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ലവ് ട്രാക്ക്. നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയണം, നിനക്ക് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ പറ. അങ്ങനെ ലവ് ട്രാക്ക് ആണെങ്കിൽ ലവ് ട്രാക്ക് ആണെന്ന് പറ. എനിക്ക് തോന്നുന്നു എന്ന് പറയാൻ നമുക്കാർക്കും അങ്ങനെ തോന്നിയിട്ടില്ല, നിനക്ക് മാത്രം എന്താ തോന്നുന്ന ഇത്ര ഇത് അല്ല. ഈ പെൺകൊച്ച് നിരന്തരം ഇവളാണ് ഈ പറയുന്ന, ബാക്കിയും കൂടി കേട്ടിട്ട് പറയാമേ, കുറച്ചും കൂടി ഉണ്ട്. അതൊരു ഗെയിം ഷോ ആണ്. അപ്പൊ അത്രയും അത് ബുദ്ധിപൂർവ്വം ആ കുട്ടി കളിച്ചതുകൊണ്ടല്ലേ കപ്പ് കിട്ടിയത്. പക്ഷെ PR അന്നത്തെ നിങ്ങളുടെ സീസൺ ഓക്കെ കണ്ടോ. എന്നിട്ടും ഈ പെൺകൊച്ച് വീണ്ടും PR കേസ്. പക്ഷെ അപ്പൊ അനുമോൾ ഈ പറയുന്ന പിന്നെ യമുന റാണി പറയുന്നുണ്ട്, അവള് ബുദ്ധിപൂർവ്വം കളിച്ചത് കൊണ്ടല്ലേ ജയിച്ചത്. അപ്പൊ ശരി, പക്ഷെ PR നിങ്ങളുടെ സീസണിൽ PR, അപ്പൊ അതായത് അങ്ങോട്ട് ദഹിക്കുന്നില്ല, ഈ ആങ്കർ കൊച്ചിന് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഈ ആങ്കറാണ് ആദ്യമായിട്ട് പ്ലാച്ചിയിൽ കൂടോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു സാമിയെ കൊണ്ട് ഇരുത്തിയിട്ട് അവിടെ വെച്ച് ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനം, ഇവളാണ് പച്ചക്കള്ളം ഇവിടെ വിളിച്ചു പറഞ്ഞത്. അനുമോൾക്കും വേണ്ടി, അനുമോളുടെ കയ്യിൽ മാത്രമാണ് ഈ പാവ, അനുമോള് മാത്രം എങ്ങനെ ഈ ഒരു പാവ കൊണ്ടുവന്നു എന്നുള്ള പ്രേക്ഷകരെടുത്ത് വെറും പച്ചക്കള്ളം, ഒരു തേങ്ങയും അറിഞ്ഞിടാത്തോണ്ടല്ല, ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ അനുമോള് മാത്രമല്ല എല്ലാവരും അവരുടെ പേഴ്സണൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് അനുവദിച്ചു എന്നും, അതിൽ പലരും പല സാധനങ്ങൾ കൊണ്ടുവന്ന കൂട്ടത്തിലാണ് അനുമോൾ ഈ ഒരു പ്ലാച്ചി എന്ന് പറയുന്ന പാവയെ കൊണ്ടുവന്നു എന്നറിഞ്ഞു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്ത അല്ലെങ്കിൽ വലിയ അറിവില്ലാത്ത കുറെ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം എടുത്തത്. അതായത് അനുമോള് മാത്രമാണ് ഇങ്ങനെ ഒരു പാവ കൊണ്ടുവന്ന്, അതെന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്, അത് അനുമോളും ഈ പറയുന്ന ഏഷ്യാനെറ്റും കൂടി ചേർന്ന് നടത്തിയ ഒരു നാടകമാണ്. ഒരു വലിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് പ്ലാച്ചിയിൽ കൂടോത്രം ചെയ്ത്
കൊണ്ടുവന്ന് അവളെ കപ്പടിച്ചത് എന്ന് പറഞ്ഞ ഒരു താരമാണ് ഈ പറയുന്ന ആങ്കർ. ഈ ആങ്കറിന് അനുമോളുടെ പേര് പറയുമ്പോൾ തന്നെ അവൾക്ക് എന്തോ തീട്ടത്തെ ചവിട്ടിയ പോലെ അവൾ ഇരിക്കുന്നത്, അവളെ സ്വത്ത് മോണ്ടിച്ചതുപോലെ, അല്ലെങ്കിൽ അവളെ കയ്യിലിരുന്ന പിന്നെ കപ്പ് അനുമോള് പിടിച്ചു വാങ്ങിച്ചതുപോലെ എന്നാണ് ഇവരുടെ ഈ ഒരു ഇന്റർവ്യൂസ്. ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് കൊണ്ട് ഇവരെ കാണുന്നുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും ഇതുപോലുള്ള ഒരു കുശുമ്പ് മറ്റുള്ള കൂടെ നിന്ന കോ കോണ്ടസ്റ്റൻസിന് ഒരു കുശുമ്പ് തോന്നാം. കാരണം ഞാൻ ജയിക്കാത്തടുത്ത് അനുമോള് ജയിച്ചു എന്നുള്ളൊരു അസൂയം കുശുമ്പൊക്കെ ഉണ്ടാവും. ഇവൾക്ക് എന്താണ് കുശുമ്പെന്ന് എനിക്ക് താങ്കൾക്ക് എന്താണ് പ്രശ്നം? അവിടെ യമുന റാണി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവള് കളിച്ച് ജയിച്ചതാണ്. കരച്ചിലാണെങ്കിൽ പോലും അതൊരു ഗെയിമാണ്, അതാദ്യം മനസ്സിലാക്കുക. ഇൻ കേസ് നിങ്ങൾ പറയുന്നു പിന്നെ അനുമോളുടെ കരച്ചിൽ ഈ പറയുന്ന ഫേക്ക് ആണ് അല്ലെങ്കിൽ ഡ്രാമയാണ് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, അത് ഡ്രാമ അല്ലാന്ന് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഡ്രാമയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും അനുമോൾ അവിടെ കപ്പടിച്ചു എന്നുള്ളതാണ്. അവളുടെ ആ കരച്ചിലായാലും അവളുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കൂട്ടിയാലും ആ സ്ട്രാറ്റജി വിജയിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇനിയും കിടന്ന് മോങ്ങിയിട്ട് എന്റെ പൊന്നാങ്കറെ കിടന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല. നീ ആദ്യം കൂടോത്രം കൊണ്ടുവന്നു, ഇപ്പതാ ഈ പറയുന്നു എന്താണ് ഡിസർവിങ് ആണോ എന്ന് ചോദിക്കുന്നു. അവിടെ ആദ്യം കുറെ നേരം കരച്ചു വിളിച്ച് പിന്നീട് പ്ലാച്ചി ആയിട്ട് കൊണ്ട് പിന്നീട് ഏതോ ലവ് ട്രാക്ക് ഒക്കെ ഇറക്കി. പിടിക്കണില്ലേ നിനക്ക്? പിടിക്കില്ല. നീ പിന്നീട് ആരെയാണ് വെളുപ്പിക്കാൻ വേണ്ടി ഇവിടെ ശ്രമിക്കുകയെന്ന് അറിഞ്ഞൂടെ? താങ്കൾ ആരുടെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയാൽ മനസ്സിലാവും. ഈ പെങ്കൊച്ച് ഈ പറയുന്ന അതിനകത്ത് വന്ന എവന്റെയോ സുഹൃത്താണ്. ഒന്ന് ഈ പറയുന്ന വിൻസിയോ ഈ പറയുന്ന ഷാരിയോ ആരുടെയൊക്കെ സുഹൃത്താണ്. അപ്പൊ അവരിൽ നിന്നൊക്കെ കേട്ട് കുശുമ്പ് മൂത്ത് പരിയിട്ട് എങ്ങനെയെങ്കിലും അനുമോളെ എവിടെ കൂടിയെങ്കിലും നെഗറ്റീവ് ആക്കാം എന്ന് കരുതിയിരിക്കുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്റെ പൊന്നെ നല്ല സത്യം വിളമ്പ് കേട്ടോ. ഈ പറയുന്ന ആങ്കറായിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് സത്യസന്ധതയൊക്കെ വേണം. മനസ്സിലായി? അതിനൊരു നീതി പുലർത്തണം. താങ്കൾ ആങ്കർ എന്ന് പറയുന്നതിന് നീതി പുലർത്തണം. ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ പടച്ചു വിടാതെ അല്ലെങ്കിൽ പച്ചക്കള്ളം വന്ന് പടച്ചു വിടാതെ ആങ്കറിങ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഒരു സംഭവം ചെയ്യുമ്പോൾ, ഒരു ആങ്കറിങ് ചെയ്യാൻ പോകുമ്പോൾ ആ വിഷയം എന്താണ്, താങ്കൾ പറയുന്നത് സത്യമാണോ കള്ളോ, അതിനെക്കുറിച്ച് പഠിക്കുക ആദ്യം. ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പാവ ഈ പറയുന്ന അനുമോള് മാത്രമാണോ കൊണ്ടുവന്നത്, വേറെ ആരും പാവ കൊണ്ടുവന്നില്ലേ? ഈ പറയുന്ന ആതിരയുടെ കൈ ഒരു പാവ ഇരിക്കുന്ന കാണുന്നതിന്റെ കണ്ണിൽ കുരുവാണോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും. ഈ എല്ലാവരും അവരുടേതായ ഇഷ്ടമുള്ള ഒരു പ്രോപ്പർട്ടി അപ്പം ഒരു ആങ്കറിങ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ട് ചെയ്യും. അതിനോട് നീതി പുലർത്തുക. മനസ്സിലായോ? അല്ലാതെ പച്ചക്കള്ളം പടച്ചു വിടരുത്. അതുമല്ല അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ പരത്തരുത്. മനസ്സിലായോ? ഇങ്ങനെ പരത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ പരത്തി ക്യാഷ് ഉണ്ടാക്കാൻ നിൽക്കരുത്. അവസാനം തിരിച്ചടിക്കത്തേ ഉള്ളൂ. എനിക്ക് ഇത്രേ പറയുള്ളൂ. നിങ്ങളുടെ അപ്പുറം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.